ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 ഓപ്ഷൻ ബി, നെപ്പോളിയൻ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 ഓപ്ഷൻ സി, 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. ഓപ്ഷൻ ഡി, റഷ്യൻ വിപ്ലവം നടന്നത് 1917. ഉത്തരം ഓപ്ഷൻ ബി, നെപ്പോളിയൻ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ഓപ്ഷൻ എ, ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. ഓപ്ഷൻ ബി, ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു. ഓപ്ഷൻ സി, ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഓപ്ഷൻ ഡി, ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ചൗരി ചൗര സംഭവം. 2. അഹമ്മദാബാദ് മിൽ സമരം. 3. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. 4. ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി, 4, 2, 1, 3. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? അഖില തിരുട്ട്. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. ഭൂകമ്പനാഭി. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു. ഡയമണ്ട്. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറികളുടെ ഉൽപാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി.
മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം. സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം. ന്യൂഡൽഹി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ എ സുസ്ഥിര വികസനം. ഓപ്ഷൻ ബി മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക. ഓപ്ഷൻ സി വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ലോക പയറുവർഗ ദിനം. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മാൻഡാമസ് എന്ന റിട്ടിന്റെ അർത്ഥം. മാൻഡാമസ് എന്ന റിട്ടിന്റെ അർത്ഥം കൽപ്പന. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? അറ്റോർണി ജനറൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? വില്ലൈ. തലച്ചോറിന്റെ ഏതു ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല്ല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്?
Ca++. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം. ഗൗട്ട്. ICDSന്റെ പൂർണ്ണരൂപം. ICDSന്റെ പൂർണ്ണരൂപം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഏലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഏലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? എയ്ഡ്സ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരുക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരുക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? 1. ഉയർന്ന റെസിസ്റ്റിവിറ്റി. 2. ഉയർന്ന ദ്രവണാങ്കം. 3. ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം. 2022 നവംബറിൽ PSLV C54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? 2022 നവംബറിൽ PSLV C54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? EOS 06. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി GeSiB. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? Cr. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ്? ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ യൂഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ യൂഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? 1. ഖബർ വൈക്കം മുഹമ്മദ് ബഷീർ. 2. പാവക്കുട്ടി ഗ്രേസി. 3. അനർഘനിമിഷം KR മീര. 4. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം. പാവക്കുട്ടി ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചനയല്ലാത്തത് ഏത്?
തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചനയല്ലാത്തത് ഏത്? ദി ക്രിയേഷൻ ഓഫ് ആദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? നൃത്തം ചെയ്യുന്ന കുടകൾ. 1/2x4 പ്ലസ് 1/4x6 പ്ലസ് 1/6x8 പ്ലസ് ഡാഷ് പ്ലസ് 1/98x100 എത്ര? 1/2x4 പ്ലസ് 1/4x6 പ്ലസ് 1/6x8 പ്ലസ് ഡാഷ് പ്ലസ് 1/98x100 എത്ര? ഉത്തരം 49/200. ഒരു സംഖ്യയുടെ 30% 20% തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? ഒരു സംഖ്യയുടെ 30% 20% തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? 290. A/B = 5:7 B/C = 6:11 ആയാൽ A/B/C എത്ര? A/B = 5:7 B/C = 6:11 ആയാൽ A/B/C എത്ര? 30:42:77. 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? 55,350. 64 - 1/3 8 2/3 27 1/3 36 - 1/2 എത്ര? 64 - 1/3 8 2/3 27 1/3 36 - 1/2 എത്ര? 1/2. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? 119. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0 8 24 48 ഡാഷ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0 8 24 48 ഡാഷ്. 80. പ്ലസ് എന്നത് ഹരണത്തെയും ഹരണം എന്നത് വ്യവകലനത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഇൻറ്റു എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ 34 + 2 × 6 / 3 - 4 = എത്ര? പ്ലസ് എന്നത് ഹരണത്തെയും ഹരണം എന്നത് വ്യവകലനത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഇൻറ്റു എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ 34 + 2 × 6 / 3 - 4 എത്ര? 11. ഒരു വരിയിൽ രഘു മുന്നിൽ നിന്നും 13-മനാണ്, പിന്നിൽ നിന്നും 6-മനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-മനാണ്, പിന്നിൽ നിന്ന് 6-മനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? 18. സോഴ്സ് എന്ന വാക്കിൻ്റെ കോഡ് TNVQDD ആണ് എങ്കിൽ
മൊബൈൽ എന്ന വാക്കിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? സോഴ്സ് എന്ന വാക്കിൻ്റെ കോഡ് TNVQDD ആണ്. എങ്കിൽ മൊബൈൽ എന്ന വാക്കിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? NNCHMD. Whose red car is dash over there? Whose red car is dash over there? ഉത്തരം that. Whose red car is that over there? The punishment for a dash crime is usually harsher than an unplanned crime. The punishment for a crime is usually harsher than an unplanned crime. ഉത്തരം premeditative. The punishment for a premeditative crime is usually harsher than an unplanned crime. The professor along with his students dash attending the seminar. The professor along with his students dash attending the seminar. ഉത്തരം is. The professor along with his students is attending the seminar. No one can live without hope. Change this assertive sentence into an interrogative form. No one can live without hope. Change this assertive sentence into an interrogative form. ഉത്തരം Can anyone live without hope? Which of the following words cannot use the suffix ward? Which of the following words cannot use the suffix ward? ഉത്തരം member. One who has little faith in human goodness and sincerity is dash. One who has little faith in human goodness and sincerity is a cynic. The expression sit on the fence means to remain neutral. Are you interested in acting? Meena asked me. Change the above sentence into the indirect speech. Are you interested in acting? Meena asked me. Change the above sentence into indirect speech. ഉത്തരം Meena asked me if I was interested in acting. Fill in with the correct tense forms of the verb go. Did he just dash out? No, he dashed out 10 minutes ago. Fill in with the correct tense form of the verb go. ഉത്തരം option D. Did he just go out? No, he went out 10 minutes ago. I will have to dash a lot of effort to complete the work on time. I will have to dash a lot of effort to complete the work on time. ഉത്തരം put in. I will have to put in a lot of effort to complete the work on time. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? നാരദ ക്രിയ. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമേത്? താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമേത്? ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം സംയോഗം. കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം.
കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? ഗഗം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. Whatever you do, they will continue to the poor. Whatever you do, they will continue to the poor. പരിഭാഷപ്പെടുത്തുക. ഉത്തരം: നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. വാക്യം: പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഈ വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. ഉത്തരം: മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? 1. ജനുവരി 30-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. 2. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. 3. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. 4. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ഉത്തരം: ഓപ്ഷൻ എ 1, 3, 4 എന്നിവ മാത്രം ശരി. മുകളിൽ തന്നിരിക്കുന്ന പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? 1. മദ്യം കള്ള്. കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ് 2.5 ലിറ്റർ. 2. IMFL 3 ലിറ്റർ. 3. ബിയർ 3.5 ലിറ്റർ. 4. വൈൻ 7.8 ലിറ്റർ. 5. FMFL 3.5 ലിറ്റർ. 6. കൊക്കോ ബ്രാൻഡി 1.5 ലിറ്റർ. ഉത്തരം: ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം ശരി. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ. ഉത്തരം: ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്?
37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെൽഫെയർ ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? 1. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. 2. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുവാൻ പാടില്ല. 3. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 ml. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല. 2. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. 3. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 60%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. വിമുക്തി. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 1. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. 2. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കുകയില്ല. 3. മദ്യ നിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ഉത്തരം
ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 1 കമ്പനി, 2 പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, 3 വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം തടവും 5 ലക്ഷം പിഴയും.